ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. ജോസ് കെ മാണി LDF വിടില്ല. മുന്നണി മാറ്റ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നു. മുന്നണി വിടേണ്ട സാഹചര്യം ഇല്ല എന്നും കേരള കോൺഗ്രസ്. UDF-ലേക്ക് മടങ്ങിപ്പോയാൽ പാർട്ടി ദുർബലമാകുമെന്നാണ് വിലയിരുത്തൽ. ബിനിൽ ലീല സാബു ചേരുന്നു കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്തായാലും ജോസ് കെ മാണി വിടില്ല എന്ന് തന്നെ അല്പസമയത്തിനകം അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കും എന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെയാകാം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അല്പസമയം മുൻപ് കണ്ടപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല എന്ന കാര്യത്തിലേക്ക് വന്നത്. രുചീഷ്, അങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ ഉറച്ചു നിൽക്കും, അവർ UDF-ലേക്ക് പോകില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് കാരണമായി പറയുന്നത് ഈ ഘട്ടത്തിൽ മുന്നണി വിട്ടാൽ അത് പാർട്ടിയെ ദുർബലപ്പെടുത്തും. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നാലെ പോകുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി, അതിനുശേഷം പോകുന്നത് ഒരു വഞ്ചനയായി കണക്കാക്കും, പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാലായിലടക്കം ജോസ് കെ മാണി മത്സരിക്കാൻ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ പരാജയമുണ്ട്, ഈ ഘട്ടത്തിൽ ജയിച്ചു വരണം എന്ന സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരം ചിന്തയുണ്ട്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ മുന്നണി വിട്ടാൽ അത് പാർട്ടിക്ക് ദോഷകരമാകും എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പറയുന്നത്, റോഷിയസിന്റെ പ്രതികരണം ഇന്നലെ വന്നതാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മറ്റ് 2 MLA-മാർ കൃത്യമായി തന്നെ അവർ പറയുന്നു, ഈ തുടരും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. NJ രാജ് നിലപാട് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ പ്രമോദ് നാരായണൻ ഇത്തരം നിലപാടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും പറയുന്നത് മുന്നണിയിൽ തന്നെ തുടരണം, LDF-ൽ തന്നെ തുടരണം എന്നാണ്. റോഷിയസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഇത്തരത്തിൽ മുന്നണി വിടുന്ന യാതൊരു ആലോചനയും പാർട്ടിക്ക് മുമ്പിൽ ഇല്ല, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇന്നലെ അതിൽ പോകണം, UDF-ലേക്ക് പോകണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ കുളത്തങ്കൽ പോലും ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അതിനോട് ഉൾപ്പെടെ മറ്റൊരു കാര്യം, ജില്ലാ കമ്മിറ്റികൾ പരിശോധിച്ചാൽ 14 ജില്ലാ കമ്മിറ്റികളിൽ 10 ജില്ലാ കമ്മിറ്റികളും LDF-ൽ തുടരണം എന്ന നിലപാടാണ്. 4 ജില്ലാ കമ്മിറ്റികൾ മാത്രമാണ് മുന്നണി വിട്ട് UDF-ലേക്ക് പോകണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ജോസ് കെ മാണി മാത്രമല്ല, ഈ ഘട്ടത്തിൽ പോയാൽ ഒരു വഞ്ചകർ എന്ന നിലയിലല്ലാതെ പൊതുസമൂഹം അതിനെ കാണുമോ എന്നത് കൂടിയുണ്ട്. കാരണം കേരള കോൺഗ്രസ് M-ന് നൽകിയതുപോലെ LDF നൽകിയതുപോലെ ഒരു പരിഗണന മറ്റാർക്കും നൽകിയിട്ട് പോലുമില്ല. അത് കോട്ടയത്തെ ചില സീറ്റുകളിലേക്കൊക്കെ പരിഗണിക്കുമ്പോൾ CPM-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകുന്ന കാര്യങ്ങളടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടു. അത് തന്നെയാണ്, കൃത്യമായ പരിഗണന LDF-ൽ ലഭിക്കുന്നുണ്ട് എന്നാണ് കൂടുതൽ നേതാക്കളും പറയുന്നത്. ജിഷ് പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ജില്ലാ പഞ്ചായത്തിലേക്കടക്കം അവർ ചോദിച്ച സീറ്റുകൾ അതേ രീതിയിൽ CPM-നേക്കാൾ സീറ്റ് അവിടെ അവർ വാങ്ങിയെടുത്തു, മത്സരിച്ചു, ചില സീറ്റുകൾ ജയിച്ചു വരികയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ഇപ്പോൾ അവർക്ക് നേട്ടമുണ്ടാക്കിയ പഞ്ചായത്തുകളുണ്ട്. നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് മുത്തോലി പഞ്ചായത്തിൽ അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെയാണ്, അവിടെ CPM-ഇല്ല, അവിടെ മാണി വിഭാഗമാണ് മത്സരിച്ച് പ്രത്യേകിച്ച് മുത്തോലി പഞ്ചായത്ത് BJP സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു പഞ്ചായത്താണ്, അവിടെ ജയിച്ചു വരുന്നു. അങ്ങനെ കൃത്യമായി സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയും ആ ചോദിച്ച സീറ്റുകൾ മാത്രമല്ല, ഭരണകാലത്ത് അവർ ചോദിച്ചതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ നൽകുന്നു. അങ്ങനെ കൃത്യമായ പരിഗണന കേരള കോൺഗ്രസ് M-ന് LDF-ൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഇതിൽ പോകേണ്ട ഒരു ചർച്ച ഉണ്ടായത് VD സതീശൻ കത്തോലിക്ക സഭയുമായി നടത്തിയ ചർച്ചയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സഭ ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നത്. സഭയ്ക്ക് അത്തരം നിലപാട് കൂടിയുണ്ട്. പ്രത്യേകിച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ്, അദ്ദേഹം തിങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പാണ്, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുകയും ചെയ്തു, കേരള കോൺഗ്രസ് ഇങ്ങനെ രണ്ടായി നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല, അത് ഒന്നിക്കണം, ജോസഫ് വിഭാഗവും മാണി വിഭാഗവും ഒന്നിക്കണമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. പക്ഷേ പരോക്ഷമായി മറ്റൊരു കാര്യം പറഞ്ഞത്, അവർ നിൽക്കേണ്ടത് UDF-ലാണ്. അത്തരത്തിലൊരു നിലപാട് കത്തോലിക്ക സഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ച ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വരികയും ചെയ്തത്. പക്ഷേ ഇത് പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ പോയാൽ ഒരു വഞ്ചനയുടെ പ്രശ്നം വരും. മാത്രമല്ല, അവിടെ ഒരു ചർച്ച തുടങ്ങി വെച്ചത് ഈ ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ LDF-ൽ പങ്കെടുത്തിരുന്നില്ല 2 തവണയും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനെതിരെ വലിയൊരു സമരം നടത്തി. ആ സമരത്തിലും ജോസ് കെ മാണി ഉണ്ടായിരുന്നു. പക്ഷേ ആ സമരത്തിൽ ബാക്കിയുള്ള 5 MLA-മാരും അതിൽ പങ്കെടുത്തു. മന്ത്രി റോഷിയസ് അതിലുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പങ്കെടുത്ത കൃത്യമായ സൂചന അവർ നൽകിയതാണ്. എന്തായാലും നിലവിൽ മുന്നണി വിട്ടു പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് പൊതുവിലയിരുത്തലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കോട്ടയത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 കൃത്യമായി ജയിച്ചു വരാൻ അവർക്ക് സാധിക്കുകയും ചെയ്തതാണ്. അങ്ങനെ ആ ജയിച്ച സീറ്റുകളിൽ പോലും പരാജയം ഉണ്ടായേക്കാം എന്നുള്ള ഒരു തോന്നലുണ്ട്. പ്രത്യേകിച്ച് UDF-ലേക്ക് പോയാൽ അത് ആ രീതിയിൽ പ്രതിഫലിക്കും
ബിനുഫലിക്കും പ്രത്യേകിച്ച് LDF-ലേക്ക് വന്നപ്പോൾ പാലായിലടക്കം തോൽവിയുണ്ടായി. 2 തവണ ഉപതെരഞ്ഞെടുപ്പിലടക്കം അവിടെ തോൽവി സംഭവിക്കുകയും മാണി സി കാപ്പൻ ജയിച്ചു വരുന്ന സ്ഥിതിയും ഉണ്ടായി. ഇനി അങ്ങനെ ഒരു മുന്നണി മാറ്റം ഉണ്ടായാൽ തന്നെ അത് ജോസഫ് വിഭാഗവുമായി ഒരു തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മോൻസ് ജോസഫ് ഇന്നലെ വ്യക്തമാക്കി, പി ജോസഫ് നേരത്തെ പറഞ്ഞതാണ് ഇപ്പോൾ മാണി വിഭാഗം ഇങ്ങോട്ടേക്ക് UDF-ലേക്ക് വരേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ജോസഫ് പറഞ്ഞു. അത്തരത്തിൽ ജോസ് കെ മാണി പിന്നാലെ പോകേണ്ടതില്ല എന്ന് മോൻസ് ജോസഫും പറയുന്നു. അങ്ങനെ ജോസഫ് വിഭാഗവുമായി ഒരു കലഹത്തിന് അവിടെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജോസഫ് വിഭാഗം മത്സരിക്കുന്നത് 10 സീറ്റുകളിലാണ്. 10 സീറ്റുകൾ മത്സരിച്ചപ്പോൾ അവർ ജയിച്ചത് 2 മാത്രമാണ്. അവർക്കിടയിലും അത്തരത്തിൽ സീറ്റുകൾ ഏറ്റെടുക്കുന്ന ചർച്ചയുണ്ട്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഇടതുമുന്നണിയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പൊതുസമൂഹത്തിനിടയിൽ ഒരു ചർച്ചയാക്കാൻ ഈ വിവാദം കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു ചർച്ച, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച നടക്കുന്നുണ്ട്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നാലെ ജോസ് കെ മാണിക്കെതിരെ സാമൂഹ്യ മാധ്യമം കൃത്യമായി പാലാ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ചില ഓൺലൈൻ അത്തരം പേജുകൾ, ആ പേജുകൾ ജോസ് കെ മാണിക്കെതിരെ കൃത്യമായി തന്നെ ആ സൈബർ യുദ്ധം തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് അവിടെ പരാജയപ്പെടുത്തണം, അവിടെ UDF ജയിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. മാത്രമല്ല പാലായിലെ അവിടുത്തെ മുനിസിപ്പാലിറ്റി വിഷയം നമുക്കറിയാം. അവിടെ ജോസ് കെ മാണിയുമായിട്ടുള്ള പ്രശ്നത്തിന് പുറത്താണ് ബിനു കണ്ടത്തിൽ കുടുംബം. അവർ 3 പേരും, പ്രത്യേകിച്ച് ബിനു പുളിക്കണ്ടം, അദ്ദേഹം ജോസ് കെ LDF-ലേക്ക് വരാൻ നിന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ജയിച്ചു വന്ന ബിനു പുളിക്കണ്ടം അവിടുത്തെ ചെയർപേഴ്സൺ ആകേണ്ടതായിരുന്നു. പക്ഷേ ജോസ് കെ മാണിയുമായുള്ള പ്രശ്നത്തിന് പുറത്താണ് അവിടെ അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കാതെ പോയത്. അതിനുശേഷം സ്വതന്ത്രരായി 3 മത്സരിച്ച് ആ കുടുംബത്തിൽ 3 പേർ വരുന്നു. പിന്നീട് അവർ LDF-ലേക്ക് വരാൻ പോകുന്നു. അവിടെ LDF വീണ്ടും ഭരിക്കാൻ പോകും തോന്നലുണ്ടാക്കി. പക്ഷേ മാണി സി കാപ്പൻ കൃത്യമായി ഇടപെടുന്നു. മാത്രമല്ല അവിടെ ജോസ് കെ മാണി അതിന് അനുകൂലമായി നിലപാടെടുത്തില്ല എന്ന് വരുന്നു. അങ്ങനെ പാലാ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിൽ സജീവമായി ജോസ് കെ മാണിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള ജോസ് കെ മാണി UDF-ലേക്ക് വന്നാൽ അത് ഗുണകരമാകില്ല എന്നൊരു സോഷ്യൽ മീഡിയ പ്രചാരണവും അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും പാർട്ടി മുന്നണി വിടേണ്ട സാഹചര്യമില്ല, അത്തരത്തിൽ ഉറച്ചു നിൽക്കാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. പ്രത്യേകിച്ച് ഒരു മൈനോറിറ്റിയാണ്, പാർട്ടിയിലെ മൈനോറിറ്റി മാത്രമാണ് മുന്നണി മാറ്റം എന്ന ചർച്ച മുന്നോട്ട് വെച്ചത്. പക്ഷേ ജോസ് കെ മാണിക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, ഈ ഘട്ടത്തിൽ മുന്നണി മാറണോ വേണ്ട ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ചിന്ത അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കറിയാം 3 തവണ എഡിറ്റ് ചെയ്താണ് അദ്ദേഹം അത് നൽകുകയും ചെയ്തത്. അപ്പോൾ തന്നെ മുന്നണി മാറുമോ എന്നുള്ള ഒരു സൂചനയോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ ഒക്കെ ഉണ്ടായി. നിലവിൽ എന്തായാലും KPCCയും പറയുന്നത് ഇതാണ്, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾ പിന്നാലെ പോകുന്നില്ല എന്ന് തന്നെയാണ് സണ്ണി ജോസഫ് അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ജോസ് കെ മാണി പോകേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ കോട്ടയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 11:30 വാർത്താ സമ്മേളനം. അത് കൃത്യമായി നിലപാട് വിശദീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.